ഹായ്, ഞാൻ അമ്പിളി. ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ ഒരു പ്രവർത്തനങ്ങളും രീതികളും അവരുടെ ഒരു മാനസികാവസ്ഥയും അവർ ജീവിച്ച് അങ്ങനെ കുട്ടികളെ ചുറ്റിപ്പറ്റിയാണ് ഇന്നത്തെ വാർത്തകൾ മുഴുവൻ വരുന്നതല്ലേ. അവർക്ക് എന്ത് പറ്റി, അല്ലെങ്കിൽ അവരെ കുറ്റം പറയുന്നതിന് മുമ്പായിട്ട് ആദ്യം നമ്മൾക്ക് എന്ത് പറ്റി എന്നൊന്ന് ആരെങ്കിലും അനലൈസ് ചെയ്തിട്ടുണ്ടോ? അതായത് നമ്മൾ കുട്ടികളായി ഇപ്പം മാതാപിതാക്കളായി നിൽക്കുന്ന ഈ ഒരു കാലഘട്ടം വരെ നമുക്ക് എന്തൊക്കെ വ്യത്യാസങ്ങൾ, കുട്ടിക്കാലം തൊട്ട് നമ്മൾക്ക് ഇന്ന് വരെ നമ്മൾക്കുണ്ടായിരിക്കുന്ന വ്യത്യാസങ്ങൾ, നമ്മുടെ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ സ്വഭാവത്തിലാണെങ്കിലും എന്തൊക്കെ വ്യത്യാസങ്ങളാണ് നമുക്ക് വന്നിരിക്കുന്നത് അല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു കുറ്റങ്ങളോ കാര്യങ്ങളോ വന്ന്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ പ്രവൃത്തികൾ കൊണ്ടാണ്. അതിന് മറ്റുള്ളവർ ഒരു പരിധിവരെ കാരണമായെങ്കിൽ പോലും അത് നമ്മളിൽ നിന്നൊരു വന്ന വീഴ്ചയാണ് എന്ന് സമ്മതിക്കാനായിട്ട് ഇന്ന് വരെ അതിനുള്ളൊരു പക്വത ഏതെങ്കിലും മാതാപിതാക്കൾക്കായിട്ടുണ്ടോ? അത് വയസ്സായി വരും നമ്മുടെ അച്ഛനമ്മമാരാണെങ്കിലും നമ്മളാണെങ്കിലും ഇനി വരാൻ പോകുന്ന ഒരു പാരൻസ് ആണെങ്കിലും ആരും ഈ ഒരു കാര്യം ഏറ്റെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് നമ്മൾ മുതിരും തോറും, അല്ലെങ്കിൽ ഇത് വലുതാവും തോറും നമുക്ക് ചുറ്റുമുള്ളവരോട്, അല്ലെങ്കിൽ നമ്മൾക്ക് താഴെ നിൽക്കുന്നവരോട് നമുക്ക് പറയാൻ പറ്റുന്നവരെ കുറ്റപ്പെടുത്തി മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ഈ ലോകത്ത് നടക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കുട്ടികളെ നമ്മളുടേതായി വളരുന്ന കാര്യങ്ങളല്ലേ, നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെയായി എന്നുള്ളതിൽ നമ്മൾ ഓരോരുത്തർക്കും പങ്കുണ്ട് എന്ന കാര്യം നമ്മൾ മറന്നു പോവുകയാണ്. അതായത് ഇപ്പം ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ടീച്ചറും കുട്ടിയും കളിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അച്ഛനും അമ്മയും ഒരു പണ്ട് കഞ്ഞിയും കളിക്കുക എന്ന് പറയും, എന്നാലും അതുപോലെയൊക്കെ കളിക്കുമ്പോൾ നമ്മൾ ആദ്യം ഒരു ടീച്ചറാകുമ്പോൾ അല്ലെങ്കിൽ ഒരു കുട്ടിയാകുമ്പോൾ എന്താ ആഗ്രഹിക്കുന്നത്? ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് അടി കൊള്ളരുത്, വഴക്ക് കേൾക്കരുത്. അതുപോലെ തന്നെ പേരൻസിൻ്റെ കയ്യിൽ നിന്നാണെങ്കിലും നമ്മൾ അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മൾ ടീച്ചറും കുട്ടിയൊക്കെ കളിക്കുമ്പോൾ ആദ്യം നമ്മൾ കയ്യിലെടുക്കുന്ന സാധനം എന്താ? ചൂരൽ. അമ്മയും അച്ഛനും കളിക്കുവാണെങ്കിൽ നമ്മൾ ആദ്യം പിള്ളേരെ വഴക്ക് പറയുന്നത്. അപ്പം ഇത് നമ്മളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ? ഇത് നമ്മുടെ മൈൻഡിനുള്ളിൽ ഇത് ഫിക്സ്ഡ് ആണ് ഈ കാര്യം എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെയൊക്കെയാണ് അച്ഛനായാലും അമ്മയായാലും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അതുവരെ നമ്മൾ അനുഭവിച്ച കാര്യങ്ങളെല്ലാം മറന്നുപോയി മറ്റുള്ളവർ ചെയ്തു തന്നെ നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു മാറ്റം നമ്മൾക്ക് വരുത്തുന്നില്ല. നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ ഓർക്കുമോ ഇതെന്താണ് അവരങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവരെങ്ങനെ ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ വരുമ്പോൾ മാറുമെന്ന്. പക്ഷേ നമ്മൾക്ക് ഈ അധികാരങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ രീതിയും നമ്മുടെ മട്ടും ഭാവവും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എവിടെ നിന്നാണ് തിരുത്തേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും, എല്ലാവരും, ഒരാൾ ഞാൻ നീ എന്നുള്ളതില്ല. നമ്മൾ ഓരോരുത്തരും സ്വയമാണ് തിരുത്തേണ്ടത്. നമുക്ക് എന്ത് തെറ്റുകൾ, സമൂഹത്തിനാണെങ്കിലും നമുക്കാണെങ്കിലും എവിടെ തെറ്റുകൾ വന്നാലും അത് സംഭവിക്കുന്നത് നമ്മളിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ സ്വയം തിരുത്തി മുന്നേറിയെങ്കിൽ, ഓരോരുത്തരും അങ്ങനെ വിചാരിച്ച് മുൻപേറെങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹത്തിനൊരു നിലനിൽപ്പുള്ളൂ, നമുക്കൊരു നിലനിൽപ്പുള്ളതുള്ളൂ എന്ന് മനസ്സിലാക്കുക. അല്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞോ കുട്ടികളെ വിഷമിപ്പിച്ചിട്ടോ ഒന്നും യാതൊരു